നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമാകുന്ന ഒരു ലൈവ് വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ പല ചാപ്റ്റേഴ്സും അതിൽ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ആ ലൈവ് വീഡിയോയിൽ വരാത്ത ചാപ്റ്റേഴ്സ് പാർട്ട് 1ലെയും പാർട്ട് 2ലെയും 5, 6, 16, 17 ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ 5ാമത്തെ ചാപ്റ്റർ വരുന്നത് കോൺഗ്രസ് വ്യവസ്ഥ വെല്ലുവിളികളും പുനഃസ്ഥാപനവും എന്നാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം 1969 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. 1969 ഉണ്ടായിട്ടുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണത്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ അബോളിഷൻ ഓഫ് പ്രിവി പേഴ്സ് ആണ്. പ്രിവി പേഴ്സ് റദ്ദാക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ചോദ്യം അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിക്കാം. പ്രിവി പേഴ്സ് നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അതൊരു ചെറിയ ചോദ്യം എന്ന രീതിയിൽ നമുക്ക് അവിടെ നിന്ന് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മുദ്രാവാക്യങ്ങളുമായി ബന്ധപ്പെട്ട് 1 വേർഡിലോ അല്ലെങ്കിൽ 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചേരുമ്പടി ചേർക്കുക, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോവിങ് എന്ന രീതിയിലൊക്കെ വരാം. ജയ് ജവാൻ, ജയ് കിസാൻ, അതുപോലെ ഇന്ദിരാഗാന്ധി, പിന്നെ ഗരീബി ഹട്ടാവോ, ഇന്ദിരാ ഘട്ടാവോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ, ഹട്ടാവോ അങ്ങനെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അതത്തരം മുദ്രാവാക്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ അതാണ് 5ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൂ. പിന്നെ 6ാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ നമ്മുടെ ജനാധിപത്യ ക്രമത്തിൻ്റെ പ്രതിസന്ധിയാണ്. അത് ഒരു എസ്സേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ബാക്ക്ഗ്രൗണ്ട് ടു എമർജൻസി എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. അത് നമ്മൾ ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഉള്ളതാണ്. അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലമാണ്. അത് പിന്നെ 2 രീതിയിൽ അത് നമുക്ക് പല രീതിയിൽ ചോദിക്കാം. 2 രീതിയല്ല, പല രീതിയിൽ ചോദിക്കാം. സാമ്പത്തിക പശ്ചാത്തലം ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അഴിമതി, രാഷ്ട്രീയ ബഹുജന പ്രക്ഷോഭങ്ങൾ, ഗുജറാത്തിലെയും ബീഹാറിലെയും പ്രസ്ഥാനങ്ങൾ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഭാഗങ്ങൾ പോകുന്നത്. ആ ഒരു അടിയന്തരാവസ്ഥ പശ്ചാത്തലം ഏതൊക്കെയായിരുന്നു എന്നുള്ളത്, അടിയന്തരാവസ്ഥ ഉണ്ടാവാനുള്ള അതിൻ്റെ ഒരു അവസ്ഥയാണത്. ഓക്കെ. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയുടെ പിന്നെ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് എമർജൻസി എന്ന രൂപത്തിലുള്ളതും നമുക്ക് ചോദ്യം വരാവുന്നതാണ്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന മറ്റൊന്ന് അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടിയന്തരാവസ്ഥയുടെ കോൺസിക്വൻസസ് ആണ്. എമർജൻസിയുടെ കോൺസിക്വൻസസ്, അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ചോദ്യം കൃത്യമായിട്ട് ചോദിക്കും. ഓക്കെ. അതുപോലെ നമ്മൾ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞുള്ളത് പല പാർട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. ജനതാ പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, CPM, CPI, നാഷണൽ കോൺഗ്രസ് ഓർഗനൈസേഷൻ, ഇതിൻ്റെ ഒക്കെ ഐഡിയോളജി ചോദിക്കാം. ഓക്കെ. ഓരോ പാർട്ടികളുടെയും ഐഡിയോളജി കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ജനതാ ഗവൺമെൻറ്റിൻ്റെ ഐഡിയോളജിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. അത്രയും കാര്യങ്ങൾ നമുക്ക് 6ാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. പിന്നെ നമുക്ക് 7ാമത്തെ ചാപ്റ്ററൊക്കെ നമ്മൾ വീഡിയോയിലുണ്ട്, നമ്മുടെ ലൈവ് ക്ലാസ്സിലുണ്ട്. നിങ്ങൾ കേൾക്കാനും കാണാനും മറക്കരുത്. ഇനി നമ്മൾ പാർട്ട് 2ലെ 16ാമത്തെ ചാപ്റ്ററാണ് കാണാൻ പോകുന്നത്. സമകാലിക ലോകത്തിലെ സുരക്ഷ എന്നുള്ളതാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അത് ന്യൂ സോഴ്സസ് ഓഫ് ത്രെറ്റ് ആണ്. അതായത് ഭീഷണികളുടെ പുതിയ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഭീഷണികളുടെ പുതിയ സ്രോതസ്സുകൾ 4ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഒന്ന് ടെററിസമാണ്. അതുപോലെ തന്നെ 2ാമത്തേത് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അതുപോലെ മറ്റൊന്ന് ഗ്ലോബൽ പോവർട്ടി ആണ്. അതുപോലെ 4ാമത്തേത് ഹെൽത്ത് എപ്പിഡമിക് ആണ്, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭീകരവാദം, മനുഷ്യാവകാശ ലംഘനം, ആഗോള ദാരിദ്ര്യം, പിന്നെ പകർച്ചവ്യാധികൾ, അതൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ, അതായത് ഈ സമകാലിക ലോകത്തിലെ സുരക്ഷ എന്ന് പറയുന്ന 16ാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ നിന്ന് ആ ഒരു ചോദ്യം മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എല്ലാ ഭാഗങ്ങളൊന്നും പഠിക്കേണ്ട. ആ ഒരു ചോദ്യം നിങ്ങൾ അതിൻ്റെ ആ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ
ഒരു മാറ്റവും നിങ്ങൾക്ക് വരുത്താൻ നിങ്ങൾ നിൽക്കരുത്. അതുപോലെ തന്നെ 17ാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടല്ലോ. അതിൽ ഇന്ത്യ സ്റ്റാൻഡ് ഓൺ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമകാലികമായിട്ടുള്ളൊരു ചോദ്യമാണത്. പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് ചോദ്യം ഉറപ്പായിട്ടും വരും. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈവ് സ്ട്രീമിൽ നമ്മൾ വിട്ടുപോയതാണ്. അതായത് അവിടെ നമ്മൾ ലൈവ് അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ റേഞ്ചിൻ്റെ പ്രോബ്ലം കാരണം വിട്ടുപോയതാണ്, മനഃപൂർവ്വം അല്ല. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണുക. ഇനിയുള്ള ദിവസങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ അതെടുത്ത് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.